Hello friends, Crafty Company Malayalam പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മൊബൈൽ ഹോൾഡർ അല്ലെങ്കിൽ ഒരു മൊബൈൽ സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം മരപ്പലകയാണ്. ഇതിപ്പോൾ പഴയ ഒരു പൊളിഞ്ഞ ബെഞ്ചിൽ നിന്ന് എടുത്തതാണ്. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിലൊക്കെ പൊടിയും അതുപോലെ മണ്ണൊക്കെ ഉണ്ടാവും. അതേപോലെ അതൊന്ന് മിനുസപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടി ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കരയൊക്കെ കുറച്ച് മൂർച്ചയുള്ളതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അത് നന്നായിട്ടൊന്ന് സാൻഡ് പേപ്പർ കൊണ്ട് വരച്ചു കൊടുത്താൽ അവിടെയൊക്കെ ഒന്ന് കർവ്ഡായിട്ട് കിട്ടും. എന്നാൽ മാത്രമേ നമ്മൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം നല്ലൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ 9 സെൻറ്റിമീറ്റർ 9 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ എന്ന അളവിൽ നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു എക്സോ ബ്ലേഡോ മറ്റോ യൂസ് ചെയ്ത് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് 2 9 സെൻറ്റിമീറ്ററിൻ്റെ ചെറിയ കഷ്ണം, അതേപോലെ ഒരു 5 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 9 സെൻറ്റിമീറ്റർ നീളമുള്ള പല എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ കണ്ടാൽ അറിയാം, ഒരു ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത പോലെ ഇരിക്കും. ഇവിടെ ഒരു സൈഡ് ഉണ്ടോ, ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത പോലെ ഉണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒന്ന് ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന മരപ്പലകയുടെ മുകളിലേക്ക് ഇത് വെച്ചപ്പോൾ ഇതാക്കണ്ടോ കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെയുള്ളതിനെയൊക്കെ ഞാൻ നന്നായിട്ട് സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ഇതുപോലെ മിനുസപ്പെടുത്തി ഒരു ഇങ്ങനെ വളഞ്ഞതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയൊരു കഷ്ണം മരപ്പലക എടുക്കുന്നു. ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ നീളത്തിലാണ് അത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുണ്ട്. ഇപ്പോൾ ഇത് രണ്ടും 2 സെൻറ്റിമീറ്റർ നീളം 2 സെൻറ്റിമീറ്റർ വീതി എന്നീ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് സാൻഡ് പേപ്പർ കൊണ്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് മൊത്തത്തിൽ എടുക്കുന്ന അളവുകൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്ത് നോക്കിയാൽ മതി, എല്ലാത്തിൻ്റെ അളവും തന്നിട്ടുണ്ട്. അതിന് അടുത്തതായിട്ട് ഇത് ഒട്ടിക്കാനായിട്ട് വേണ്ടത് ഫ്ലക്സ് ക്വിക്കാണ്, അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂവോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഈ എഴുതി കാണിച്ച അളവിലുള്ള മരക്കഷ്ണങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ചെറിയ സംശയം തോന്നാം, അതായത് മരക്കഷ്ണം കാണുമ്പോഴും അതേപോലെ എഴുതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഒരു ഊഹമില്ലാതെ ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അവസാനം അത് ഉണ്ടാക്കി വന്നപ്പോൾ ചില ഭാഗങ്ങൾക്കൊക്കെ ഹൈറ്റ് കൂടുതലായിട്ട് നീളം കൂടുതലായിട്ടൊക്കെ തോന്നി. അപ്പോൾ ഞാൻ ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് നന്നായിട്ട് വരച്ച് അതിൻ്റെ ഹൈറ്റ് കുറച്ചു. അപ്പോൾ ഞാൻ ഏറ്റവും അവസാനം കിട്ടിയ, അതായത് കറക്റ്റായിട്ട് എനിക്ക് ഫിനിഷിങ് ഒക്കെ നല്ല ഭംഗിയിൽ കിട്ടിയ സാധനത്തിൻ്റെ അളവാണ് ഞാൻ എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ അളവിൽ ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ ഇടത്തെ ആംഗിൾ എന്ന് പറയുന്നതും 60 ഡിഗ്രി തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടെ കാണാം ഈ പശ ഒട്ടിച്ച സ്ഥലം, 2 മരങ്ങൾ തമ്മിൽ കൂട്ടി ഒട്ടിച്ച സ്ഥലത്തൊക്കെ ഇങ്ങനെ കാണുന്നത്. അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് വരച്ചു കൊടുത്താൽ ആ 2 മരങ്ങൾ തമ്മിൽ ഒട്ടിച്ചു എന്നുള്ള ആ ഒരു ഫീലിംഗ് കുറഞ്ഞു കിട്ടും. ഇനി കുറച്ച് വാർണിഷ് എടുത്ത് ഒരു ബ്രഷ് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞു. അങ്ങനെ ഇതോടെ നമ്മുടെ മൊബൈൽ ഹോൾഡറിൻ്റെ പണി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഒരു കോട്ടിങ് കൂടി കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി തിളക്കം ഉണ്ടാവും. ഇപ്പോൾ എവിടെയൊക്കെ പശ ഒട്ടിച്ചിട്ടുണ്ടോ, അതായത് 2 മരങ്ങൾ തമ്മിൽ കൂട്ടി ഒട്ടിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നന്നായിട്ട് ഞാൻ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ഉരച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫിനിഷിങ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മുൻപിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ ചെറിയ 2 സംഭവം ആദ്യം കണ്ടതിനേക്കാളും ചെറുതായിട്ടുണ്ട്. ഇതാണ് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞത്, ഞാൻ അളവെടുത്ത് കുറച്ചും കൂടി വലുതായിപ്പോയി, അതുകൊണ്ട് ഞാൻ രണ്ടാമത് സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് നന്നായിട്ട് ഉരച്ചു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ അളവിൽ നിങ്ങൾ ചെയ്താൽ മതി, അപ്പോൾ കറക്റ്റായിരിക്കും. ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക ഫോണുകളുടെയും ചാർജിങ്ങിൻ്റെ പോർട്ട് എന്ന് പറയുന്നത് താഴെ ഭാഗത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഉണ്ടാക്കിയിട്ടുള്ള മൊബൈൽ ഹോൾഡറിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ആ ഒരു പാകത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ മൊബൈൽ ഹോൾഡർ ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ ഗ്യാപ്പ് അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആർക്കും വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.